ഞാൻ കിടന്നിരുന്ന റോഡരികിലേക്ക് കടന്നു വന്ന ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു ചെകുത്താൻ എന്നെ മൃഗീയമായി ഉപദ്രവിച്ചു. ഞാൻ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ എന്നെയും കൊണ്ട് ദൂരെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി. ആ കാടിന് നടുവിൽ എന്നെ കിടത്തിയിട്ട് അവൻ ആ കാടിനെ തീയിട്ടു. ആ കുറ്റിക്കാട്ടിലെ മരങ്ങൾക്കൊപ്പം ഞാനും കത്തി ചാമ്പലായി മാറി. അവൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആനിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ മുറപ്പെണ്ണ് പ്രിയയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും ജാതിപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന നീയുമായുള്ള വിവാഹം എൻ്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ലെന്നും അതുമാത്രമല്ല എനിക്കും പ്രിയയെ പണ്ട് മുതലേ ഇഷ്ടമാണെന്നും പക്ഷെ കോളേജിൽ വെച്ച് നിന്നോട് തോന്നിയ ഒരു മോഹം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നതെന്നും ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം ചെയ്യാനായി ആഗ്രഹിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് അവൻ എന്നെ ഉപദ്രവിച്ചത്. അവൾ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം ഇനി നീ ജീവിക്കാൻ അർഹനല്ലെന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവൾ അവനെ കൊന്നുതള്ളി. ഈ സമയം ആദർശിനോ ജോഷിക്കോ അവൻ്റെ അമ്മാവനോ പോലും അവളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ആ പകയ്ക്ക് മുമ്പിൽ അവർക്ക് മൗനം പാലിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ദീപുവിൻ്റെ ഭാര്യ പ്രിയ അവിടെ ഓടി വന്നു. പ്രിയയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് അവളെ ആദർശ് തടഞ്ഞുകൊണ്ട് നീ ഇനിയും അവളെ ഉപദ്രവിക്കരുതെന്നും നിന്നെ ഉപദ്രവിച്ചവനെ നീയായിട്ട് തന്നെ ഈ ഭൂമിയിൽ നിന്നില്ലാതാക്കിയെന്നും അത് തന്നെയാണ് പ്രിയയുടെ അച്ഛനും പ്രിയയ്ക്കുമുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്നും ഇനിയെങ്കിലും അവരെ നീ ജീവിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞു. ഇത് കേട്ട അവൾ ആനിയെ സ്വതന്ത്രയാക്കിയ ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അങ്ങനെ ഒരുമിച്ചൊരു റീയൂണിയൻ ആഘോഷിക്കാൻ വന്ന എല്ലാവരും പഴയകാല സൗഹൃദത്തിനിടയിൽ മനസ്സിലൊരു ചതിയും ഒളിപ്പിച്ച് നടന്ന ദീപുവിൻ്റെ മുഖവും തിരിച്ചറിഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് യാത്രയായി. കൂട്ടത്തിൽ മാപ്പപേക്ഷയുമായി അമ്മാവനും. നാളെ ഒരു പുതിയ ഹൊറർ ത്രില്ലിംഗ് കഥയുമായി വീണ്ടും വരാം. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.